ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. സംസ്ഥാനത്ത് നടന്ന ഗവേഷണങ്ങളിലും കൊറോണ വൈറസിന്റെ ജനിതക മാറ്റം കണ്ടെത്തിയിരുന്നതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. അതേസമയം ബ്രിട്ടനിൽ ജനിതക മാറ്റം സംഭവിച്ച അതേ വൈറസ് ശ്രേണിയാണോ ഇവിടെയും കണ്ടെത്തിയിട്ടുള്ളത് എന്നതിൽ കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ കേരള ആരോഗ്യ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഒരു റിസർച്ച് നടത്തിയിരുന്നു. ഇവിടെയും നമ്മളൊരു ചെറിയ രീതിയിലുള്ള സ്ട്രെയിൻ മാറ്റം കണ്ടതാണ്. എന്നാൽ അതൊന്നും ഉറപ്പിക്കുന്നതിന് എല്ലാ ജില്ലകളിലും അത് സംബന്ധിച്ചിട്ടുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടാണ് ആദ്യ റിസർച്ച് നടത്തിയത്. ഇതുപോലെ തന്നെ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു സ്ട്രെയിൻ മാറ്റം ഇവിടുത്തെ ആ മാതൃകയിൽ തന്നെയല്ല, കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു ജനിതക മാറ്റം കണ്ടെത്തിയതായിട്ടാണ് ബ്രിട്ടനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഇൻഫെക്ഷ്യസ് ആണ് എന്നാണ് പറയുന്നത്. വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന, വളരെ വേഗത്തിൽ പകരുന്ന ഒരു ജനിതക മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ബ്രിട്ടനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന 8-ലധികം പേർക്ക് സ്ഥിരീകരിച്ച വൈറസ് ജനിതക മാറ്റം സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കാൻ പൂനെയിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 13 ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. കോട്ടയം പെരുന്ന അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, മലപ്പുറം മൊറയൂർ കുടുംബാരോഗ്യ കേന്ദ്രം, കോഴിക്കോട് മേപ്പയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ എരമംകുറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രം, കണ്ണൂർ കല്യാശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത്. രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളം ഇപ്പോഴും നിലനിർത്തുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് 3527 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 35,586 സാമ്പിളുകൾ പരിശോധിച്ചു. 9.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹൻ. കോഴിക്കോട് 522, മലപ്പുറം 513, എറണാകുളം 403, തൃശൂർ 377, കൊല്ലം 361, ആലപ്പുഴ 259, കോട്ടയം 250, തിരുവനന്തപുരം 202, പത്തനംതിട്ട 177, പാലക്കാട് 156, കണ്ണൂർ 120, വയനാട് 68, ഇടുക്കി 67, കാസർഗോഡ് 52 എന്നിങ്ങനെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 35,586 സാമ്പിളുകൾ പരിശോധിച്ചു. 21 മരണം സ്ഥിരീകരിച്ചത് ആകെ മരണസംഖ്യ 2951. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 3106 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 324 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 63,752 പേരാണ് സംസ്ഥാനത്ത് ഇനി ചികിത്സയിലുള്ളത്. 6,68,733 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ല. നിലവിൽ 463 ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 584 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 250 പേരാണ്. 22 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2016 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.78%. നിലവിൽ 2,81,000-ലധികം പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 1.45% കോവിഡ് മരണനിരക്ക്. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക വ്യതിയാനം സംഭവിച്ച കൊറോണ വൈറസിനെ നേരിടുന്നതിനുള്ള ചർച്ചകൾക്കായി ദേശീയ കർമ്മസമിതി പ്രത്യേക യോഗം ചേർന്നു. നിതി ആയോഗ് അംഗം പ്രൊഫസർ വിനോദ് പോൾ, ICMR മേധാവി പ്രൊഫസർ ബൽറാം ഭാർഗവ എന്നിവർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. യുകെയിൽ നിന്നുള്ള വൈറസിന് വ്യാപന സാധ്യത കൂടുതലായതിനാൽ ഈ വൈറസ് ബാധിച്ചവരെ കണ്ടെത്തുകയും ഇന്ത്യയിൽ ഇത് പടരുന്നത് തടയുകയും വേണമെന്ന് യോഗം നിരീക്ഷിച്ചു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8 കോടി കടന്നു. 5,64 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,57,000 കടന്നു. 2,19 ലക്ഷത്തിലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. അമേരിക്ക, റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റ് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളം എന്ന പേരിൽ കേരള സർക്കാർ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ആണ് പദ്ധതി നടപ്പാക്കുക. ബൃഹത്തായ ഇന്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി 1 കോടി ജനങ്ങൾക്ക് പ്രയോജനകരമാകും. കോവിഡ് സാഹചര്യത്തിൽ ഓൺലൈൻ സംവിധാനങ്ങൾ സാധാരണ ജീവിതത്തിന്റെ ഭാഗമാകുന്ന കാലത്ത് മുതിർന്നവരെയും ഇത്തരം കാര്യങ്ങളിൽ അറിവുള്ളവരാക്കുകയാണ് കേരളം പദ്ധതിയുടെ ലക്ഷ്യം. 2ാം 100 ദിന പരിപാടികളുടെ ഭാഗമായി പുറത്തിറക്കുന്ന പദ്ധതി നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുക. ആദ്യഘട്ടത്തിൽ കണ്ണൂരിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ പദ്ധതി നടപ്പാക്കും. ഓൺലൈൻ ബാങ്കിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, സൈബർ സെക്യൂരിറ്റി, ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ നൽകുന്ന ക്ലാസ് സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗത്തിന് ജനങ്ങളെ പ്രാപ്തരാക്കും.
മദ്യനയത്തിൽ മാറ്റം വരുത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. 2021 ഏപ്രിൽ 1 മുൻപ് പുതിയ മദ്യനയം പുറത്തിറക്കുമെന്നും ശ്രീ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു. കൃഷി കർഷക ക്ഷേമ വകുപ്പിന്റെ ബജറ്റ് കഴിഞ്ഞ 6 വർഷത്തിനിടെ 6 മടങ്ങ് വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഉൽപാദന ചെലവിന്റെ 1.5 മടങ്ങ് താങ്ങുവിലയായി നൽകണമെന്ന സ്വാമിനാഥൻ സമിതിയുടെ ശുപാർശ എൻഡിഎ സർക്കാർ നടപ്പാക്കിയതായും അദ്ദേഹം അറിയിച്ചു. 2009-14 കാലയളവിനെ അപേക്ഷിച്ച് 2014-19 വർഷങ്ങളിൽ താങ്ങുവില നൽകിയുള്ള സംഭരണത്തിന്റെ ചിലവ് 85% വർദ്ധിച്ചു. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി വഴി 1,10,000 കോടി രൂപയോളം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്തതായും ശ്രീ ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 72ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ നിലയങ്ങളും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാളത്തിലുള്ള പരിഭാഷയും ഉണ്ടായിരിക്കും. രാജ്യത്തെ ആദ്യ ഡ്രൈവർ രഹിത മെട്രോ ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച നിർവഹിക്കും. ഡൽഹി മെട്രോയുടെ മജന്ത ലൈനിലായിരിക്കും ട്രെയിൻ സർവീസ്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയതിനാൽ മാനുഷികമായ പിഴവുകൾ ഒഴിവാക്കാൻ ഈ ട്രെയിനുകൾക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂഡൽഹിയിലെ ജനക്പുരി വെസ്റ്റിനും ബൊട്ടാണിക്കൽ ഗാർഡനും ഇടയ്ക്കാണ് ട്രെയിൻ സർവീസ് നടത്തുക. രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് ഭാരതീയ മസ്ദൂർ സംഘിന്റെ അഭിപ്രായമെന്ന് ദേശീയ അധ്യക്ഷൻ ഹിരൺമയ് പാണ്ഡെ പറഞ്ഞു. ഏകപക്ഷീയമായി നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് BMSന്റെ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യവെ അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശരിയായ നിലയിൽ ഏറ്റെടുക്കുന്ന സംഘടനയാണ് BMS എന്നും ശ്രീ പാണ്ഡെ പറഞ്ഞു. തിങ്കളാഴ്ച നടക്കുന്ന മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 13 മുനിസിപ്പാലിറ്റികളിൽ ചെയർപേഴ്സൺ സ്ഥാനം വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. തൃപ്പൂണിത്തുറ, പറവൂർ, തൃക്കാക്കര, പിറവം, കൂത്താട്ടുകുളം, കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് വനിതകൾക്ക് സ്ഥാനം ലഭിക്കുക. കളമശ്ശേരിയിൽ പട്ടികജാതിയിൽ നിന്നുള്ള അംഗം വനിതാ ചെയർപേഴ്സൺ ആകും. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല പരിപാടി നാളെ നടക്കും. രാവിലെ 10 മണിക്ക് കാരപ്പറമ്പ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ഓസീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ 36 റൺസ് എന്ന നിലയിൽ. 28 റൺസ് നേടിയ ശുഭ്മാൻ ഗില്ലും 8 റൺസ് നേടിയ ചേതേശ്വർ പുജാരയുമാണ് ക്രീസിലുള്ളത്. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളുമായി ഏറ്റുമുട്ടുന്നു. മത്സരം 78 മിനിറ്റ് പിന്നിട്ടപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. 6 കളികളിൽ 2 ജയവും 2 തോൽവിയും 2 സമനിലയും വഴങ്ങിയ ചെന്നൈയിൻ FC പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. അതേസമയം 6 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2025ഓടെ കൂടി വീണ്ടും UK മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത് സമ്പദ് വ്യവസ്ഥയാകുമെന്നും 2030ഓടുകൂടി 3ാമതെത്തുമെന്നും UK ആസ്ഥാനമായ സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് അറിയിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2021 9%, 2022 7% വളർച്ച രേഖപ്പെടുത്തുമെന്ന് സംഘടന പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. ജനതാദൾ യുണൈറ്റഡിന്റെ ദ്വിദിന ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് പട്നയിൽ ആരംഭിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായാണ് പാർട്ടി യോഗം ചേരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനവും പശ്ചിമബംഗാൾ, അസം തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട നയങ്ങളും യോഗം ചർച്ച ചെയ്യും. 131 കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CBI 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനി 2011-2015 കാലയളവിൽ 67 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പരാതി നൽകിയതിനെ തുടർന്നാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. ജില്ലാ വികസന കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ സുതാര്യമായി സംഘടിപ്പിച്ചതിൽ ജമ്മുകശ്മീരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനം. ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള ആയുഷ്മാൻ ഭാരത് PM ജയ് സേഹത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ ഗ്രാം സ്വരാജ് എന്ന ലക്ഷ്യം ജമ്മുകശ്മീർ കൈവരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. തണുപ്പിനെയും കോവിഡിനെയും അവഗണിച്ച് ധീരമായി വോട്ട് ചെയ്ത കശ്മീരി ജനത ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിന്റെ സമഗ്ര വികസനത്തിന് കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്നും ആയുഷ്മാൻ ഭാരത് PM ജയ് സേഹത് പദ്ധതിക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ ജമ്മുകശ്മീർ നിവാസികൾക്കും സാർവത്രികമായ ആരോഗ്യ പരിരക്ഷയും ചെലവ് കുറഞ്ഞതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ളതാണ് പദ്ധതി. 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയിലൂടെ ഓരോ കുടുംബത്തിനും ഉറപ്പു നൽകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.